EVM മെഷീൻ ചെക്കിംഗ് ഹാളിൽ നിന്നും പുറത്തു വന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. 12 മെഷീനാണ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ആകെ 228-ൽ 5%, അഥവാ 12 മെഷീനാണ് ചെക്കിങ്ങിന് എടുത്തിട്ടുള്ളത്. ഈ 12 മെഷീൻ 12 ടേബിൾ ചെക്ക് ചെയ്തപ്പം ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ, കാൻഡിഡേറ്റ് ഏജൻറ്റുമാരുടെ സാന്നിധ്യത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ടേബിളിൽ ഏജൻറ്റുമാർ നോക്കി നിൽക്കെ ചെക്ക് ചെയ്യുമ്പോൾ 5 ടേബിളിലുള്ള മെഷീനിൽ താമരയ്ക്ക് ഒരു വോട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മൊത്തം 10 വോട്ട് കഴിഞ്ഞപ്പോൾ പ്രിൻ്റ് വരുമ്പോൾ 2 താമരയും മറ്റുള്ള ചിഹ്നങ്ങൾ ആയിട്ട് 8 എണ്ണം വരുന്നത്. ഒരു വോട്ട് ചെയ്തപ്പോൾ 2, ഒരു വോട്ടും ചെയ്തില്ലെങ്കിൽ 2, അല്ലെങ്കിൽ 1. കൃത്യമായി എഴുതി വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ പോലും താമരയ്ക്ക് ചെയ്യാത്ത വോട്ടിന് പ്രിൻ്റ് വരുന്നുണ്ട് VVPAT-ൽ. അതുകൊണ്ട് ഇവിടെ മൊത്തം 12 ടേബിളിലെയും EVM ചെക്കിംഗ് പ്രോസസ്സ് സ്തംഭനാവസ്ഥയിലാണ്. വലിയൊരു ഇഷ്യൂ ആണ്, വലിയൊരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെയ്തപ്പോൾ വീണ്ടും അതേപോലെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ പ്രശ്നം മാറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഏജൻറ്റുമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രമോ കൈ ചിഹ്നമോ അല്ല, താമര ചിഹ്നം മാത്രമാണ് ചെയ്യാത്ത വോട്ടിന് 2 പ്രിൻ്റ് വരുന്നത്. ഒരു പ്രാവശ്യം ചെയ്തപ്പോഴും 2 പ്രിൻ്റ് വരുന്നു. അതുകൊണ്ട് അടിയന്തരമായി മെഷീൻ സിസ്റ്റം ഈ പ്രോബ്ലം പരിശോധിച്ച് എല്ലാം സുതാര്യമാണ്, ക്ലിയറാണ്, കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് അവരെ AROനെ അറിയിച്ചിട്ടുണ്ട്. ARO പറയുന്നത് ആദ്യത്തേത് താമര ചിഹ്നമായതുകൊണ്ട് അങ്ങനെ വരുന്നത് എന്നാണ്. പക്ഷേ VVPAT എണ്ണാനാണ് ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനമെങ്കിൽ വന്ന പ്രിൻ്റ് കൃത്യമായിട്ട് എണ്ണിയിരിക്കും. അപ്പോൾ ഇല്ലാത്ത വോട്ടിന് പ്രിൻ്റ് വന്നത് കാരണം വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇത് തീർത്തും തെറ്റാണ്. ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട്.